എൻ്റെ അമ്മാമ്മേരെ ഒരു കുഞ്ഞു കൃഷി നമുക്ക് കാണാം. അപ്പം അമ്മാമ്മ ഇതെന്തൊക്കെ ചെടിയാണ്? ഇത് ചീര, നമുക്ക് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം. ചീര നല്ല ഫ്രഷ് ചീര കിട്ടും, മരുന്നൊന്നും തളിക്കാത്ത നല്ല ചീര കിട്ടും. തോരൻ വെച്ചാലും നല്ല ഭംഗിയാണ്, നല്ല രുചിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള ഒരു മുളകുണ്ടല്ലോ, ആ മുളകിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. നല്ല എരിവുള്ള, അത് കുഴപ്പമില്ല, പേര് ഓർക്കണ്ട. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ആ മുളകെന്ന് പറഞ്ഞാൽ മീനിലിടാൻ ബെസ്റ്റാണ്. ഒരു മുളക് ഇട്ടാൽ മതി, അതിൻ്റെ മണവും രുചിയും മീനിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉടംകൊല്ലി മുളക് എന്നാണ് ഈ മുളകിൻ്റെ പേര് കേട്ടോ. പിന്നെ ഇത് ചെടിമുരിങ്ങ, ഇത് ചെടിമുരിങ്ങയാണേ. ഈ ചെടിമുരിങ്ങ എന്ന് പറയുന്നത് 6 മാസം ആകുമ്പോൾ കായ്ക്കും. ചെടിയായി പൊക്കം വരുമ്പം യഥാർത്ഥത്തിൽ ഇത് ഒരാൾ പൊക്കം വരുമ്പം ഇതിൻ്റെ മണ്ട നമ്മളിങ്ങനെ ഒടിച്ചു കൊടുക്കണം. ഈ മണ്ട അപ്പം വേറെ തിളിർത്ത് വരും. ഞാൻ തീർത്തില്ല. ഈ മണ്ട ഇങ്ങനെ ഒടിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വേറെ കവരങ്ങൾ വരും, എന്നിട്ട് നിറച്ച് കായ്ക്കും. ശരിക്കും പൊങ്ങിപ്പോവാൻ അനുവദിക്കാതിരുന്നാൽ മതി, മനസ്സിലായ? അതിന് ചെടിമുരിങ്ങ എന്ന് പറഞ്ഞാൽ നല്ല മാംസതളമായിട്ടുള്ള മുരിങ്ങയാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കണം ഈ ചെടിമുരിങ്ങ ഉപയോഗിക്കുന്നത്? മീനിലിടും, ചീനിൽ വയ്ക്കും, സാമ്പാർ വയ്ക്കും, സാമ്പാറിലിടും, അവിയലിന് ബെസ്റ്റാണ്. ഇത് എത്ര മാസം എടുക്കും ഒന്ന് പൊടിച്ചു വരാൻ? ഇത് 6 മാസം ആകുമ്പോൾ ഇത് കായ്ക്കും. പൊടിക്കാൻ വേണ്ടി ഒരു വിത്തിട്ട് ഒരു 3 ആഴ്ചയ്ക്ക് അത് പൊടിച്ച് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല നല്ല മുരിങ്ങയാണ്, ചെടി. ഇത് അമരക്കയാണ്, ചീനി അമരക്ക. നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പം സാമ്പാറിനും അവിയലിലൊക്കെ ഇടാൻ തരുന്നില്ലേ, ആ അമരക്കയാണ് ഇത്. ഇതിൻ്റെ മൂട്ടിൽ ഞാൻ എന്ത് ചെയ്ത് കത്തിരി നട്ടു. കത്തിരിക്ക, ബ്രിഞ്ചാൾ. ഇത് നമുക്ക് സാമ്പാറിന് ബ്രിഞ്ചാൾ മെയിനാണ് കേട്ടോ. സാമ്പാറും അവിയലൊക്കെ വയ്ക്കാം, ഇതെല്ലാം വയ്ക്കാം, അതിനാ പറ്റിയതാണ് ബ്രിഞ്ചാൾ. അമരക്ക, ചീനി അമരക്ക അവിയലിലിടും, സാമ്പാറിലിടും, തീയലിലിടും. ചീനി അമരക്ക ഉള്ളിയും കൂടെ തോരൻ വയ്ക്കും, അതിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ചെടിയൊന്നും ഇല്ല അല്ലേ? ഇല്ല, നമ്മളെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെക്കാട്ടി വീട്ടിൽ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വേറെ വളങ്ങളൊന്നും വരുന്നില്ല. ഇതെല്ലാം നാടൻ വളം മാത്രം ഉപയോഗിച്ച് ദിവസവും വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് പൊടിപ്പിച്ചെടുക്കുന്നതാണ് ഇത് അമരയ്ക്ക. അതിൻ്റെ മൂട്ടിൽ കത്തിരിക്ക നട്ടിട്ടുണ്ട്, കത്തിരി നട്ടിട്ടുണ്ട്. ഈ ചെടിയിൽ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഒരു കീരുണ്ടല്ലോ. അത് ഇളവിള കൃഷിയായിട്ട് ഇത് കത്തിരിയാണ്. ഇതിനിടയ്ക്ക് ചീര വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ. ചീര എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് വലുതായി ഇപ്പം നമ്മൾ മുറിച്ചങ്ങ് മാറ്റും, നമ്മൾ തോരൻ വയ്ക്കാനെടുക്കും. കത്തിരി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഓരോ കീരത്തൈ വെച്ച് കൊടുത്തതാണ്. ഇത് കൊടുത്താൽ ഒരു 3 കായുണ്ട്, അതെല്ലാം അങ്ങ് പൊടിച്ചോളും. അപ്പം നമുക്കൊരു ദിവസം തോരൻ വയ്ക്കണമെങ്കിൽ ഇത് മതിയല്ലോ. ഇത് ചീര വിത്ത് പാവി പൊടിപ്പിച്ചതാണ്. വിത്ത് പാവി പൊടിപ്പിച്ചിട്ട് ഇതിനെയാണ് ഇളക്കി ചെടിച്ചട്ടികളിലൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് അമരയ്ക്ക, അതാണ്. അത് കഴിഞ്ഞാൽ ഇത് പയറാണ്. വള്ളിപ്പയറില്ലേ, ആ വള്ളിപ്പയറാണ്. നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ ബെസ്റ്റാണ്. നല്ല നീളമുള്ള 6 മീറ്റർ 8 മീറ്റർ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ആ പയറാണ്. ഇത് കത്തിരിയാണ്, നല്ല നീല ഉണ്ട കത്തിരിയാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീര ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീരയും അപ്പം മഴ പെയ്തപ്പം ഇലയെല്ലാം തൊഴിഞ്ഞു പോയി, നിറച്ച് പൂവുണ്ട്. ഉടംകൊല്ലി മുളകാണ്, പക്ഷേ പൂവും ഇലയും തൊഴിഞ്ഞു പോയി ഇപ്പം മഴ പെയ്തപ്പം കേട്ടോ. അത് കായ്ക്ക് കുഴപ്പമില്ല, പൂവിനെയും നിൽപ്പുണ്ട്. ഇത് 8 മീറ്റർ പയറാണ്. നേരത്തേത്തത് അതും അത് തന്നെയാണ്, 8 മീറ്റർ വലിയ നീളമുള്ള പച്ചപ്പയർ. നീലപ്പയറുണ്ടായിരുന്നു, അത് കൃഷി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് നട്ടതാണ്. കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.